പരിശുദ്ധ കുർബാന മനുഷ്യന്റെ സങ്കടം അകറ്റുമെന്ന് ഉത്ബോധിപ്പിച്ച് എറണാകുളം അങ്കമാലി ദ്രുപദ മെത്രാപ്പോലിത്തൻ വികാരി മാർ ജോസഫ് പാംപ്ലാനി മരിയൻ തീർത്ഥാടന കേന്ദ്രമായ മുട്ടം സെന്റ് മേരീസ് ഫൊറോന പള്ളിയിൽ 40 മണി ദിവ്യകാരുണ്യ ആരാധന ശതാബ്ദി ആഘോഷ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അഭിമന്യ പിതാവ്. വൈദികരും സന്യസ്തരും വിശ്വാസികളുമടക്കം 3000-ഓളം പേർ ശതാബ്ദി ആഘോഷത്തിൽ പങ്കെടുത്തു. പരിശുദ്ധ കുർബാന മനുഷ്യന്റെ സങ്കടമകറ്റുമെന്നും പരസ്പര സ്നേഹത്തിന് മുഖ്യ പ്രാധാന്യം നൽകി ഇടവക സമൂഹത്തിന് മുന്നേറാൻ കഴിയണമെന്നും എറണാകുളം അങ്കമാലി അതിരൂപത മെത്രാപ്പോലിത്തൻ വികാരി മാർ ജോസഫ് പാംപ്ലാനി ഉദ്ബോധിപ്പിച്ചു. 40 മണി ദിവ്യകാരുണ്യ ആരാധന ശതാബ്ദി ആഘോഷിക്കാനായത് മുട്ടമിടവകയുടെ ആത്മീയ നിറവിനെയാണ് വിളിച്ചോതുന്നതെന്നും പറഞ്ഞു. മരിയൻ തീർത്ഥാടന കേന്ദ്രമായ മുട്ടം സെന്റ് മേരീസ് ഫൊറോന പള്ളിയിൽ 40 മണി ദിവ്യകാരുണ്യ ആരാധന ശതാബ്ദി ആഘോഷ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുക അഭിമന്യ പിതാവ്. മാത്യു കുഴൽനാടൻ MLA മുഖ്യപ്രഭാഷണം നടത്തി. വികാരി ഫാദർ ജോഷി വേഴാപ്പറമ്പിൽ, ജനറൽ സെക്രട്ടറി VK ജോർജ് എന്നിവർ പ്രസംഗിച്ചു. ഇതേ തുടർന്ന് പള്ളിയങ്കണത്തിൽ നിന്ന് ദിവ്യകാരുണ്യ പ്രദക്ഷിണം ആരംഭിച്ചു. പ്രത്യേകം തയ്യാറാക്കിയ വാഹനത്തിലാണ് ദിവ്യകാരുണ്യം എഴുന്നള്ളിച്ചത്. ഇതിനായി നഗരവീഥികൾ കൊടിയും തോരണങ്ങളും ദീപങ്ങളും കൊണ്ട് അലങ്കരിച്ചു. വൈദികരും സന്യസ്തരും വിശ്വാസികളുമടക്കം 3000-ഓളം പേർ പങ്കെടുത്തു. നഗരം ചുറ്റി ദേവാലയത്തിലെത്തി പ്രാർത്ഥനയോടെ സമാപിച്ചു. ഫാദർ സച്ചിൻ മാമ്പുഴയ്ക്കൽ, ഫാദർ വിനു മുളവരിക്കൽ, ഫാദർ ജോസ് പാലത്തിങ്കൽ, ഫാദർ സിറിൽ പാലക്കൽ, ഫാദർ വർഗീസ് പാലാട്ടി, ഫാദർ ആഷിഖ് മറ്റേക്കാട്ട്, ഫാദർ അലക്സാണ്ടർ കൊച്ചിക്കാരൻ എന്നിവർ പങ്കെടുത്തു. ഷെക്കേന ന്യൂസ്, ആലപ്പുഴ.